തെറ്റും ശരിയും എന്താണ് എന്ന് അറിവില്ലാഞ്ഞിട്ടല്ല പലപ്പോഴും നമ്മൾ തെറ്റ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണ് എന്ന് അറിഞ്ഞിട്ടും പലപ്പോഴും നമ്മൾ തെറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്തു പോകുന്നു. ഈ അവസ്ഥ സൃഷ്ടിക്കുന്ന മാനസിക സംഘർഷമാണ് യഥാർത്ഥത്തിൽ ഈ ക്രിസ്റ്റഫർ മർലോയുടെ ഡോക്ടർ ഫോസ്റ്റേഴ്സിലെ മുഖ്യ പ്രമേയം. അവിടെയാണ് ധാർമ്മിക മനസാക്ഷിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. ഇപ്പോൾ ഡോക്ടർ ഫോസ്റ്റേഴ്സ് അതിനകത്ത് പറയുന്നൊരു മനോഹരമായ ചിന്തയുണ്ട്. അത് ഈ ക്രിസ്റ്റഫർ മർലോയുടെ വാക്കുകളാണ്. അഫ്കോഴ്സ് കഥാപാത്രത്തിലൂടെ പറയുന്നു മാത്രമേ ഉള്ളൂ. മൈ കോൺഷ്യൻസ് ഈസ് നോട്ട് ട്രബിൾഡ് ആസ് മച്ച് ആസ് മൈ മൈൻഡ്. കാരണം മനസ്സിൽ നല്ല അറിവുണ്ട് ഈ കാര്യത്തെക്കുറിച്ച്, തെറ്റിനും ശരിയെക്കുറിച്ച്. പക്ഷെ കോൺഷ്യൻസിനെ മരവിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, മനസാക്ഷിയെ മരവിപ്പിച്ച് വെച്ചിരിക്കുന്നു. അപ്പം മനസാക്ഷി പിന്നെ ശബ്ദിക്കാതായി, അല്ലെങ്കിൽ മനസാക്ഷിയുടെ ശബ്ദം കേൾക്കാതായി, അല്ലെങ്കിൽ മനസാക്ഷിയുടെ ശബ്ദം കേൾക്കണ്ടാത്ത വിധം നമ്മൾ ഉൾക്കാതുകൾ അടച്ചു. അതേസമയം മനസ്സിൻ്റെ തലത്തിൽ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണ് എന്നുള്ളൊരു ചിന്ത, ഒരു ഓർമ്മപ്പെടുത്തൽ അത് വരികയും ചെയ്യുന്നു. ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ പ്രശ്നമാണ്. നമുക്ക് മനസാക്ഷി ഒരുപക്ഷെ നഷ്ടപ്പെട്ടാലും നമ്മുടെ ബോധതലത്തിൽ തെറ്റിനെ കുറിച്ച് ഉള്ളൊരു അറിവുള്ളതുകൊണ്ട് ചെയ്തത് തെറ്റാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ വന്നുകൊണ്ടിരിക്കും. അത് മനസാക്ഷിയുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെറ്റും ശരിയും തമ്മിലുള്ള അറിവുണ്ടായിരിക്കെ ഞങ്ങൾ പിന്നെ തെറ്റ് ചെയ്യുമ്പോൾ അതിന് നമുക്ക് ദൈവം മാപ്പ് തരില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതവും നമുക്ക് മാപ്പ് തരില്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ക്രിസ്റ്റഫർ മർലോയുടെ നാടകം ഡോക്ടർ ഫോസ്റ്റേഴ്സ്. ഒരുപാട് അറിവുകളുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു. പക്ഷെ ആ അറിവിനെ അതിശയിപ്പിക്കുന്ന ഒരു സൂപ്പർ നാച്ചുറൽ അറിവ് വേണം എന്നുള്ള ഒരു മോഹത്തിൽ അദ്ദേഹം വീണുപോയി. അത് നമ്മുടെ തുലാഭാരം സിനിമയിൽ ആ പാട്ടിൽ പറയുന്ന മാതിരി സ്വർഗത്തിൽ നിന്നും കനി നീട്ടി, നല്ലൊരു സ്വർഗീയ അവസ്ഥയിൽ ജീവിച്ചിരുന്ന ഒരു സന്യാസിയായിരുന്നല്ലോ. പക്ഷെ ഒരു കനി നീട്ടി സൂപ്പർ നാച്ചുറൽ അറിവിനെ കുറിച്ച്. അപ്പം ശ്രീബുദ്ധൻ പറഞ്ഞ മാതിരി മോഹമാണ് എല്ലാ തിന്മകളുടെയും ഒരു അടിസ്ഥാനം. മോഹം കൊണ്ടുവന്ന് എത്തിക്കുന്നത് അതിമോഹത്തേക്കാണ്. അതിമോഹം എന്നുള്ളത് തിന്മയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അപ്പം മതി മറന്നു പോവുക എന്ന് പറയുന്നത് അതിമോഹം വരുമ്പോഴാണ്. മതി എന്ന് വെച്ചാൽ മനസ്സും മനസാക്ഷിയും മറന്നിട്ട് നമ്മൾ നമ്മുടെ ചിന്തകൾ, ഭാവനകൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മളെ തന്നെ മറന്നു പോകുന്നു. അവിടെ നമ്മൾ തെറ്റിലേക്ക് വീഴുന്നു, അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നു. തെറ്റിലേക്ക് വീഴുക എന്ന് പറയുന്നത് ശരിയാൽ തെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അറിവില്ലാഞ്ഞിട്ടല്ല തെറ്റ് ചെയ്യുന്നത്, അറിവുണ്ടായിട്ട് തന്നെയാണ് തെറ്റ് ചെയ്യുന്നത്. അറിവുണ്ടായിട്ട് ചെയ്യുന്ന തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പിന്നെ തെറ്റ് ആവർത്തിക്കാതിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ട ഏറ്റവും വലിയ തിരിച്ചുവരവ്. ആ തിരിച്ചുവരവ് ചെയ്യാതിരുന്നതാണ് ഡോക്ടർ ഫോസ്റ്റേഴ്സിൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ സംഘർഷം ഉണ്ടായത്. കാരണം 24 വർഷം താൻ തിരിച്ചു വരില്ല ഒരു ഉടമ്പടി അന്ധകാര ശക്തികളുമായിട്ട് ഉണ്ടാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ജീവിതം ആരംഭിച്ചത്. അപ്പം ആ 24 വർഷം തിരിച്ചുവരവ് അസാധ്യമാണ്. 24 വർഷത്തിന് ശേഷം നിത്യനാശത്തിലേക്ക് എന്നുള്ളൊരു കരാർ എഴുതി ഒപ്പിട്ടതിന് ശേഷമാണ് മെഫിസ്റ്റോഫെലിസിനെ കൂട്ടുപിടിച്ച് ജീവിതത്തിൽ എന്താഗ്രഹിക്കുന്നു ആ സുഖങ്ങളെല്ലാം നേടാനായിട്ട് അദ്ദേഹത്തിന് അനുവാദം കിട്ടിയത്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു പിടിക്കാനാവാത്ത തെറ്റുകളിലേക്ക് പോകാതെ തിരിച്ചു വരാവുന്ന വഴികളിലായിരിക്കാൻ തക്കവണ്ണം എപ്പോഴും നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുവാനും മനസാക്ഷിയെ നേരായ വഴിയിലൂടെ നയിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ഇനിയുള്ള ഒരു 10 ദിവസം ഞാനൊരു ചെറിയൊരു ആഫ്രിക്കൻ യാത്രയിലായതുകൊണ്ട് റേഞ്ച് ഉണ്ടെങ്കിൽ ഈ മെസ്സേജ് ഇടുള്ളൂ, അല്ലാത്ത വർഷം ദയവായി ക്ഷമിക്കുക. നമുക്ക് ഓഗസ്റ്റ് 12 ശേഷം വീണ്ടും കേൾക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. റേഡിയോ മല്ലു, മലയാളിയുടെ പാട്ടുപെട്ടി.